പിശാച് ഒരു സ്റ്റെപ്പേ ചെയ്യുള്ളൂ എന്നല്ല, ഖുതുവാത്ത്. പിശാചിന് ഒരുപാട് കാലടികളുണ്ട്, അവൻ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്, അവന് ഒന്ന് രണ്ടൊന്നല്ല. നമ്മൾ വിചാരിക്കാറില്ലേ, ചില ഈ ബീർ കുടിക്കുന്ന സന്ദർഭത്തിലൊക്കെ ആൾക്കാർ പറയും ബീർ കുടിക്കാൻ പറ്റുമോ മസാല അതൊക്കെ ആൽക്കഹോൾ തീരെ ഇല്ല എന്ന് എഴുതി വെച്ച ബീറുണ്ടല്ലോ, അതിലെന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, ശരിയാണ്, ഇല്ല എന്ന് തന്നെയാണ്. പിശാച് സ്മാർട്ടാണ് മുസ്ലിമീങ്ങളെ. ഇതിൽ ആൽക്കഹോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ കുടിക്കാത്തൊരു സമൂഹമുണ്ട് എന്ന് പിശാചിനറിയാം. ഇത് ആൽക്കഹോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ കുടിക്കൂല, ശരിയാണ്. അപ്പൊ പിന്നെ ബിയറിലുള്ളത് വളരെ വളരെ ചെറിയൊരു പെർസെന്റ്, 0.something എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞേക്കാം. എത്രയാണെങ്കിലും മാ യുസ്കിറു കസീറുഹു ഫഖലീലുഹു ഹറാം. ഏതൊന്ന് കൂടുതൽ സേവിച്ചാൽ മത്തു വരുമോ അത് കുറച്ച് സേവിക്കലും ഹറാമാണ്. അപ്പൊ ഒരു സ്പൂണ് പറ്റൂല, ഒരൽപ്പം പറ്റില്ല, അല്പം ദ ലീസ്റ്റ് ബിറ്റ് പറ്റില്ല. അതാണ് ദീന്റെ നിയമം. അപ്പൊ അതിന് കുറച്ചല്ലേ ഉള്ളൂ, ഞാനത് കുടിച്ചാൽ തിരക്കല്ല വേലയൊന്നും പറയില്ല, അതൊന്നും പ്രശ്നമില്ല, തൊടാൻ പാടില്ല. അതിൽ അല്പങ്ങളുണ്ടോ പറ്റില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആൾക്കാർ വളരെ സ്മാർട്ടാണ്. കുടിച്ചാലും എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്നാണ് ഇപ്പോഴത്തെ അഭിമാനം. അത് കുടിച്ചാലും എന്റെ സംസാരം അതൊന്നും പിടിക്കാൻ കഴിയില്ല, ഞാൻ അത്രയും സ്മാർട്ടായിട്ടുണ്ട്. ഈ ആൽക്കഹോൾ ഇല്ലാത്ത ബീർ ഇറങ്ങി തുടങ്ങിയതിൽ പിന്നെയാണ് ഈ സംസ്കാരം വർദ്ധിക്കാൻ തുടങ്ങി. നമ്മൾ ഗൾഫുകാരാണ് നാട്ടിലേക്ക് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോ ഇതിലില്ലല്ലോ, ശരി. അപ്പൊ ബീർ, ഇതിൽ ആൽക്കഹോൾ ഇല്ലാത്ത ബീർ ഞാൻ പ്രത്യേകം നോക്കി വാങ്ങിയതാണ്, ശരി, അത് കുടിച്ചു. സത്യവിശ്വാസികൾ അപ്പോഴേ ഗൗരവത്തിൽ നിൽക്കണം. ഇത് തുടങ്ങിയാൽ ഒരു വിഷയത്തിലേക്കുള്ള തുടർച്ചയാണ്. അതൊക്കെ മതി, എന്തെല്ലാം വെച്ചുണ്ടെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും കുറച്ച് എനർജി വയറ്റിന് കിട്ടുന്നതായിക്കോട്ടെ, ഇതെന്തിനാ? അപ്പോ ആൽക്കഹോൾ ഇല്ലാത്തതിങ്ങനെ കുടിച്ചങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഇടയിലൂടെ ആൽക്കഹോൾ ഉള്ളതങ്ങനെ ചിലവാകും, അറിയില്ല. അതൊരു ഹാബിറ്റായിട്ട് മാറും. ബീർ കുടിച്ചാൽ കുഴപ്പമില്ലല്ലോ, കാരണം ആൽക്കഹോളിൽ ഇന്നിപ്പോ ലേബിൾ നോക്കാൻ നിൽക്കൂല, ബീർ കുടിക്കാം, കാരണം ഇല്ലാത്തതുണ്ടല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതില്ലതും അങ്ങനെ പോയി പോകും. പിശാച് സ്മാർട്ടാണ്. സുബ്ഹാനല്ലാഹ്. പല വിഷയങ്ങളും ഹറാമുകൾ അവൻ ഹലാലാക്കി കാണിച്ചു തരും. ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. അല്ലാഹു പറയാ, പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരല്ലേ. കാരണം പിശാച് യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. തിന്മയും ഏറ്റവും മോശമായതുമാണ് പിശാച് നിങ്ങളോട് കൽപ്പിക്കുന്നത്. വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മതു. അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് പോലും പരിശുദ്ധി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കുമായിരുന്നില്ല, നിങ്ങൾ ആർക്കും നന്നാകാൻ കഴിയുമായിരുന്നില്ല. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ് അത് സാധിച്ചത്. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല തസ്കിയത്ത് കൊടുക്കുന്നു, ആത്മസംസ്കരണം കൊടുക്കുന്നു. വല്ലാഹു സമീഉൻ അലീം. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നവനും നിങ്ങൾ ചെയ്യുന്നത് അറിയുന്നവനുമാണ് അല്ലാഹു. ഈ ആയത്തിലൂടെ അല്ലാഹു തആല ഈ വിഷയത്തിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്, ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം തൊലിവാസങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിത്തീരുന്നത് പിശാചിന്റെ പാത പിൻപറ്റിയത് കൊണ്ടാണ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.